ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണ തത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. கண்ணுதலான் தன் கருணை கண்காட்ட வந்து எய்தி எண்ணுதற்கு எட்டா ஏழில் ஆர் கழல் இறைஞ்சி விண்ணிறைந்து மண்ணிறைந்து மிக்காய் விளங்கு ஒளியாய் என் இறந்து எல்லை இல்லாதானே நின் பெருஞ்சீர் பொல்லாவினையேன் புகழுமார் ஒன்று அறியேன். തിരുവാചകം ശിവപുരാണം. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ മാണിക്യവാചകർ സ്വാമി ആരംഭിക്കുകയാണ്. ഇതിൽ ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണെന്ന് നമ്മൾ കണ്ടു. മധുരമാണ് ഭഗവാന്റെ സ്വരൂപം, അനുഭവമാണ് ഭഗവാൻ. എന്നെല്ലാം നമ്മൾ വിശദമായിട്ട് കണ്ടു. ഉള്ളിൽ ആ ഭഗവത് ചിന്തയോടുകൂടി ആ അനുഭൂതി രസത്തെയാണ് വെളിയിൽ ഭഗവാന് പാമാലയായിട്ട്, പാട്ടിൻ്റെ മാലയായിട്ട് മാണിക്യവാചകർ സ്വാമി അർപ്പണം ചെയ്യാൻ പോണത്. ചിന്തൈ മകിഴ ശിവപുരാണം തന്നെ മുന്തൈ വിനൈ മുഴുതും ഓയ ഉരപ്പൻ യാൻ. എല്ലാ പ്രാരാബ്ധ ദുഃഖത്തിന്റെ ഇടയിൽ, എല്ലാ സൗഖ്യത്തിന്റെ ഇടയിൽ ഭഗവാനെ വിളിക്കലല്ല, പ്രാരാബ്ധ ദുഃഖത്തിന്റെ ഇടയിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരുന്നു. എത്ര എത്ര ദുഃഖം വന്നാലും ഭാഗവതത്തില് കുന്തി ദേവി പറയണ, ഭഗവാനെ എനിക്ക് ദുഃഖം തരൂ, ഭഗവാനെ എനിക്ക് താങ്ങാനാവാത്ത ദുഃഖം തരൂ ഭഗവാനെ. എന്താന്ന് വെച്ചാ ദുഃഖം കിട്ടുമ്പോഴെനിക്ക് ഭഗവാനെ വിളിക്കുമ്പോഴുള്ള അനുഭൂതി വേറെ എപ്പോഴും കിട്ടിയില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണു? ദുഃഖം തന്നിട്ട് ദുഃഖ നിവൃത്തിക്ക് മരുന്നായിട്ട് ഭഗവത് നാമത്തെ വെച്ചിരിക്കണം. അല്ലേ? വെളിയിൽ വിഷയസുഖം മാത്രം അനുഭവിച്ചിരിക്കുന്നവർക്ക്, പലതരത്തിൽ വിഷയത്തിലൂടെ സുഖത്തെ നേടിക്കൊണ്ടിരിക്കുന്നവർക്ക് വാസ്തവത്തിൽ ഭഗവാന്റെ ആവശ്യമേ ഇല്ല. കാരണം അവർ സുഖത്തെയാണ് തേടുന്നത്, അവർക്ക് സുഖത്തെ കിട്ടുന്നുണ്ട്. എപ്പോ ആ സുഖത്തിന് ഒരു കുറവ് വരണോ, അല്ലേ? പ്രകൃതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കുറച്ച് നാളേക്ക് സുഖമായിട്ടിരിക്കും, പിന്നെ ദുഃഖം വരും. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദ. ഭഗവാൻ ഗീതയില് അർജുനൻ ഉപദേശിക്കുകയാണ്, മാത്രാസ്പർശാസ്തു കൗന്ദേയ. ഇത് വെറും മാത്രയാണ്, മനസ്സിന്റെ വെറും ഒരു തോന്നലാണ്. എന്താ? ഇന്ദ്രിയങ്ങൾ മാത്ര എന്ന് പറഞ്ഞാൽ മനസ്സ്, ഇന്ദ്രിയം, സ്പർശം ഇന്ദ്രിയം, മാത്ര മനസ്സ്. ഈ മനസ്സിന്റെയും ഇന്ദ്രിയത്തിന്റെയും ഒരു സ്വഭാവമാണ് സുഖം, ദുഃഖം, ശീതം, ഉഷ്ണത്തെ അറിയല്. ആത്മാവിനോ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖമൊന്നുമില്ല. അത് നിജസുഖസ്വരൂപം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, ഭഗവാന്റെ അരുളിനെ അറിഞ്ഞാൽ മതി. എന്താ ഭഗവാന്റെ അരുള്? കണ്ണുതലാൻ തൻ കരുണൈ കൺകാട്ട വന്ന് എയ്തി. കണ്ണുതലാൻ, നെറ്റിക്കണ്ണ് ഭഗവാന്റെ തൃക്കണ്ണ്. ഭഗവാന്റെ തൃക്കണ്ണ് എന്തിനെ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞാ, കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം. കൃപാസമുദ്രം, ഭഗവാന്റെ ഗ്രേസ്ഫുൾ ഓഷ്യൻ. ഒരു കൃപയാകുന്ന സമുദ്രത്തില് വന്ന് നമ്മൾ ലയിച്ചു പോയാൽ നമ്മൾ കൃപാപൂർണമായി മാറി. കരുണാപൂർണ സുധാബ്ധേ
ഖബളിത ഘന വിശ്വരൂപ കിരണാവല്യ അരുണാചല പരമാത്മൻ അരുണോ ഭവ. രമണ മഹർഷി അരുണാചലത്തിന് വിളിച്ച പേര് കരുണാപൂർണ സുധ അബ്ധേ, കൃപാ സമുദ്രമേ എന്ന് വിളിച്ചു ആ മലയെ നോക്കിയിട്ട്. എന്താന്ന് വെച്ചാൽ ആ മല കൃപയെ ചൊരിഞ്ഞുകൊണ്ടിരിക്കണു, ഗ്രേസ്. എന്ത് ചെയ്യണു ആ മല എന്ന് വെച്ചാ ജ്ഞാനത്തബോധനരെ വായണ്ട് അണയ്ക്കും മലൈ. കുറച്ചെങ്കിലും ജ്ഞാനത്തിന് ഒരു പക്വയായ ഒരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവനെ അകത്തേക്ക്, അതിൻ്റെ അടുത്തേക്ക് വലിക്കണു. പ്രകാശപൂർണമായ മലയാണത് ഭഗവാൻ. ഭഗവാന്റെ ശരീരം എന്താ? ഭാസമാനഹ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം. ജ്വലായ നമഃ, ജ്വലലിംഗായ നമഃ. എവിടെയൊക്കെ ജ്വലിക്കുന്നുണ്ടോ അതിന്റെ ഇൻഡിക്കേഷൻ എന്താ? ഭഗവാൻ ഉണ്ട്. ഭഗവാൻ വലിയൊരു ജ്യോതിയാണ്. ആ ജ്യോതിക്ക് ഒപ്പം സൂര്യൻ കൂടെ ഒന്നുമേ അല്ല. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഉപനിഷത്തെ പറയണു നതത്ര സൂര്യോഭാതി. ഭഗവാന്റെ ജ്വലനത്തിന് അടുത്ത് സൂര്യൻ പോലും ഉദിക്കണില്ല. അല്ലെ, സൂര്യോദയം വെളിയിൽ നടക്കണു. ആ സൂര്യന്റെ പ്രകാശം ഒരു ഇരുട്ട് മുറിക്കകത്ത് കയറിയിരുന്ന ആ പ്രകാശം എത്തണേയില്ല. പക്ഷെ ആ ഇരുട്ട് മുറിയെ കൂടെ പ്രകാശിപ്പിച്ചതാരാ? ഞാൻ ഒരു അനുഭവം. ഇരുട്ടില് നമുക്ക് വസ്തുക്കളെ കാണാനേ വയ്യ. ഇപ്പൊ ഈ ഇരിക്കണ റൂം മൊത്തം ഇരുട്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണവരെ തമ്മിൽ ആർക്കും കാണാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, നിങ്ങൾ എഴിച്ചു പോയാൽ എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ എനിക്ക് കണ്ണിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ഉണ്ടോ എന്നറിയാൻ എനിക്ക് തൊട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? മണത്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ, എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഞാൻ ഉണ്ടോ എന്ന് അറിയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഞാൻ ഉണ്ട് എന്ന് സ്വയം പ്രകാശമാണ്. അല്ലെ, വെളിയിലെ വസ്തുക്കളെ കാണണമെങ്കിൽ സൂര്യൻ വേണം. സൂര്യന്റെ ഉദയം കൊണ്ടുണ്ടായ ഈ വെളിച്ചങ്ങളെല്ലാം വേണം. അല്ലെ, സൂര്യന്റെ പ്രകാശത്തിനെ സ്റ്റോർ ചെയ്താണ് ഇലക്ട്രിസിറ്റി വരണത്. അതാദിജ്യോതിഷം അഗ്നിപൂർവരൂപം ആദിത്യ ഉത്തരരൂപം ആപസന്ധിഹി വൈദ്യുതസന്ധാനം. സൂര്യന്റെ പ്രകാശത്തില് ജലാശയങ്ങൾ മുഴുവൻ ഇവാപറേറ്റ് ആയിട്ട് പോയി മേഘമായി വൈദ്യുതി ഉണ്ടാവണം. അപ്പൊ വൈദ്യുതിക്ക് കൂടെ സൂര്യൻ വേണം. ആ സൂര്യന്റെ പ്രകാശത്തിനേക്കാൾ പ്രകാശമായ ഒരു പൊരുളുണ്ട്, അതാണ് ഈശ്വരൻ. ഭഗവാന്റെ ശരീരം അത്രയ്ക്ക് പ്രകാശമാണ്. അതാണ് ആ അരുണാചലം എന്ന് പറയുന്നത് ജ്വലിച്ചുകൊണ്ട് നിൽക്കണ അഗ്നിശൈലം എന്നാണ്. നാരായണ ഗുരു പാടിയിരിക്കുന്നത് അടുത്തു കണ്ടതില്ല ഈ അഗ്നിശൈലത്തിനെ. അതൊരു അഗ്നിശൈലമാണ്. ഈ അഗ്നിശൈലം എന്ത് ചെയ്യണു? പിടിച്ചു വിഴുങ്ങണു. ഇതാണ് ഭഗവാന്റെ കൃപ. ശാപ്പാട് ഉണ്ണൈ ശാന്ത ഉണവായായി ശാന്തമായി പോവൻ അരുണാചല. ഒരു ഇൻസെക്ട് ഏതോ ഒരു ചെടിയിൽ പോയി തേൻ കുടിക്കാൻ എന്ന് പറഞ്ഞ് അതിന് ശാപ്പാടിന് വേണ്ടി പോയിരുന്നപ്പോ ആ ചെടി എന്ത് ചെയ്തു? ഒരട. ആ ചെടി ഇൻസെക്ട് ഈറ്റിംഗ് ചെടികളൊക്കെ ഉണ്ട്. ഈ ക്രീച്ചർ ഉള്ളിൽ പോയാൽ ഉടനെ ഇത് അടയ്ക്കും. കാരണം എന്താ? ശാപ്പാട് തേടി പോയതാണ്, പക്ഷെ അതിന് ശാപ്പാടായി മാറി. അതുപോലെ ഈശ്വരനെ ഭുജിക്കാന്ന് പറഞ്ഞ് പോയിരിക്കണം. അല്ലെ, നമ്മൾ ഈശ്വര ഭജനത്തിലൂടെ ഈശ്വരനെ ഭുജിക്കാന്ന് പറഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത്. ഉപാസന ചെയ്ത് ഈശ്വരനെ വലയിലാക്കണം. അല്ലെ, എപ്പോഴും എൻ്റെ വലയിൽ തൊടുത്ത് കിടക്കണം ഈശ്വരൻ എന്ന് പറയണു. പക്ഷെ വാസ്തവത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഈശ്വരൻ വലയും പിടിക്കണു, അവനെയും പിടിച്ചു വിഴുങ്ങണു. നമ്മൾ വിചാരിക്കും ഈശ്വരനെ ഞാൻ വലയിട്ട് പിടിച്ചതാണ്, പക്ഷേ വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഈശ്വരന്റെ വലയിൽ നമ്മൾ പെട്ടുപോകണമെന്നാണ്. ഒരു സാധുവായിട്ടുള്ള ഒരു ചിത്തശുദ്ധി വന്ന ഒരാള് മഹർഷിയെ കാണാൻ പോയപ്പോ, ഗൃഹസ്ഥനായിട്ടുള്ള അയാള്, അപ്പോൾ ഒരു സന്യാസി അടുത്തിരുന്നിട്ട് പറഞ്ഞു, ജ്ഞാനികളെ കാണാൻ പോകുമ്പോൾ ബി കെയർഫുൾ. കൂടെ വീട്ടിൽ നിന്ന് ഭാര്യയോ കുട്ടിയോ ആരെങ്കിലൊക്കെ കൊണ്ടുപോകണം. എന്താന്ന് വെച്ചാൽ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു നാമം ജ്ഞാനികൾക്ക് ചേരണ ഒരു നാമമാണ് മഹാഗർത്ത എന്ന് പറഞ്ഞാൽ വലിയ പടുകുഴി. അതുകൊണ്ട് വീഴു പോകാതിരിക്കാൻ പിടിക്കാൻ വീട്ടിൽ നിന്ന് ഭാര്യയോ കുട്ടിയോ ആരെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ പോയി എപ്പോഴാണോ ഒരു ആത്മഭൂതനെ കണ്ടാൽ,
ഒരു ജ്ഞാനിയെ കണ്ടാൽ അത് പിടിച്ച് വലിച്ചു വിഴുങ്ങും നമ്മളെ. അപ്പോ ശാപ്പാട് ഉന്നൈ ശാന്ത ഉണവായാൽ, ഭഗവാനെ പോയി വലയിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ ഭഗവാൻ വലയിട്ട് പിടിച്ച് നമ്മളെയും പിടിച്ചിട്ട് എന്താക്കി മാറ്റണോ? ശാന്തമാക്കി മാറ്റണം. എന്തെന്താണോ നമുക്ക് അശാന്തിയെ തരണത് അതിനെ ഭഗവാൻ എടുക്കണം. ഒരു സിദ്ധൻ പറഞ്ഞിരിക്കുകയാണ്, തന്തത് ഉന്തനെയും, എനിക്ക് കിട്ടിയത് ഭഗവാനെ, കൊണ്ടത് എന്തനെയും, എന്താ എൻ്റെ ഈ വേണ്ടാത്ത ശരീരം മനസ്സിനെ പിടിച്ചു, എനിക്ക് ഭഗവാന്റെ ശരീരം തന്നു. ഇതിൽ യാർ ചതുരരും, ഇതെന്തു ബിസിനസ്സാ ഭഗവാൻ നടക്കുന്നത്? ഒരു യൂസും ഇല്ലാത്ത എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും അഭിമാനത്തിനെയും അങ്ങോട്ട് എടുത്തിട്ട് ഭഗവാന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള ആ ശരീരത്തിന് എനിക്ക് തരണു. ഭഗവാനെ പോയി MBA കോഴ്സിന് ചേർന്ന് ബിസിനസ് ഒക്കെ പഠിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ ഒരു യൂസും ഇല്ലാത്ത കച്ചവടമാണ് ഭഗവാൻ നടത്തുന്നത് എന്ന്. പക്ഷെ നമ്മളോ ഭഗവാനെ ചോദിക്കാതെ ഭഗവാന്റെ അടുത്തിരിക്കുന്ന ഐറ്റംസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്നു സവൈ വണിക്. ഭഗവാൻ അവിടെ ഇരുന്നോട്ടെ, ഭഗവാൻ ബുദ്ധിമുട്ടുണ്ട്. ലക്ഷ്മി നാരായണൻ ലക്ഷ്മിയുടെ കൂടെ തന്നെ ഇരുന്നോളൂ, മഹേശ്വര പാർവതിയുടെ കൂടെ തന്നെ ഇരുന്നോളൂ, എനിക്ക് കുറച്ച് സ്വർണം, വീട്, കുട്ടി, കാറ്, ബെൻസ് ഒക്കെ തന്നാ മതി അല്ലേ, ഭഗവാൻ വരണ്ട, ബുദ്ധിമുട്ടുണ്ടാന്ന് പറയും. എന്താ കാര്യം എന്ന് വെച്ചാ ഭഗവാൻ വന്നാ ഉള്ളതൊക്കെ പോയി പോകുമെന്ന് പേടി അല്ലേ, ഒരു പേടിയാണ്. അതുകൊണ്ട് ഭഗവാന്റെ കൃപ ചോദിക്കുമ്പോൾ എല്ലാവരും ബി കെയർഫുൾ. ഭഗവാന്റെ കൃപ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള അഭിമാനത്തിനെ ഇല്ലാതാക്കാനാണ് ഭഗവാൻ വരണത്. ഭഗവാന്റെ അവതരണം കൂടെ അഭിമാനത്തെ ഇല്ലാതാക്കും. കണ്ണുതലാൻ തൻ കരുണൈ, ഭഗവാന്റെ കരുണ അതാണ് എന്ന് വെച്ചാ ഈ അഭിമാനം വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സഫറിങ് വരണത്, നമുക്ക് ദുഃഖം വരണത്. ഏതെങ്കിലും ഒരു വസ്തുവിൽ പോയി നമ്മൾ അറ്റാച്ച്ഡ് ആവണത് കൊണ്ടാണ് നമുക്ക് ദുഃഖം വരണത് അല്ലേ. ഒന്നിലും നമ്മൾ അറ്റാച്ച്ഡേ അല്ല. ഡീപ്പ് സ്ലീപ്പില്, സുഖമായിട്ടുള്ള ഉറക്കത്തില്, ആ ടൈമിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? ആരെങ്കിലും എണീറ്റിട്ട് ഞാൻ ദുഃഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞോ അല്ലേ? രാവിലെ എണീറ്റ അവര് പറയണു സുഖമായിട്ട് ഉറങ്ങിയിരിക്കണു അല്ലേ. അപ്പൊ സുഖത്തിന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഉറക്കത്തിന് പോയി ആരെങ്കിലും ക്ലാസ്സിന് പോയി 10ാം ക്ലാസ് വരെ വാട്ട് ഈസ് സ്ലീപ്പ്, ഹൗ ടു സ്ലീപ്പ് എന്നൊക്കെ പഠിച്ചു വെച്ചാണോ ഉറങ്ങണത് ഇല്ലേ. സ്വയമേവ നമ്മളെ മറന്നു പോണു അല്ലേ. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ മറന്നു പോകലാണ്. നമ്മളെ മറന്നു പോയാ പിന്നെ ഭഗവാനേ അവിടെ ഉള്ളൂ. ഭഗവാനോ ശാന്തനാണ്, ശാന്തചിത്തനാണ്, സദാ സുഖസ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ കരുണ ആ സുഖത്തെ നമുക്ക് തരാനാണ്. പക്ഷേ അജ്ഞാനം കൊണ്ട് നമ്മൾ നേടിവെച്ചിരിക്കുന്ന പൊരുളിലെല്ലാം നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കണു. അതിന്ന് ഭഗവാൻ അല്ലേ, ശരീരത്തില് ഒരു എക്സ്ട്രാ ഗ്രോത്ത് വന്നാൽ കൂടെ, ഏതോ ഒരു ക്യാൻസറോ എന്തെങ്കിലും ഒരു മുഴയോ എല്ലാം വന്നാൽ അത് നമ്മൾ ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അത് വന്നാൽ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുമ്പോൾ ഒരു പെയിൻ വരും. കാരണം ശരീരത്തിൽ അംശമേ അല്ലത്, പക്ഷെ പെയിൻ വരും. എന്താന്ന് വെച്ചാൽ അത് കുറെ കാലം അവിടെ റിലേറ്റഡ് ആയിട്ട് നിന്നു. അതുകൊണ്ട് ഈ അജ്ഞാനം, നമ്മൾ വീട്, കുട്ടി, അത് ഇത് എല്ലാം ഈ അജ്ഞാനത്തിലുള്ളതാണ്. ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് പോകും. സ്വർണം, പണമില്ലെങ്കിൽ, ചിലർ പറയും പണമില്ലെങ്കിൽ ജീവിക്കണ്ടേ. എങ്ങനെ ജീവിക്കും? സന്യാസം എടുത്താൽ ജീവിക്കാൻ പറ്റുമോ? ഈ ആത്മീയം പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെ, എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഉണ്ണണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ വസ്തുക്കളിലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ നിജസുഖാനുഭവത്തോ, നിജമായിട്ടുള്ള സുഖമാണ് ആ സുഖം അല്ലേ. പലതിലും നമ്മൾ സുഖം വെച്ചിരുന്ന ഭഗവാൻ എടുത്താൽ നമ്മൾ കരഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളെ വിഡ്രോ ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ ഈ അറ്റാച്ച്മെന്റ് പതുക്കെ വിഡ്രോ ചെയ്താൽ നമുക്കും കേടില്ല, അവർക്കും കേടില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഏത് പൊരുളിനെ പിടിച്ചു വെച്ചിരിക്കണോ ഭഗവാൻ എടുത്താ നമുക്ക് വേദനിക്കും. ഇതാണ് ഭഗവാന്റെ കരുണ. ആ ഭഗവാന്റെ കരുണ എങ്ങനെ അറിയാം? മനസ്സുകൊണ്ട് ഞാൻ ഇന്ന് ഭഗവാനെ കണ്ടിട്ട് വരാമെന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. എണ്ണുതർക്ക് 8-7 6 കഴൽ ഇറഞ്ചി. എണ്ണുതർക്ക് 8 മനസ്സുകൊണ്ട് ഭഗവാനെ അറിയാനേ സാധ്യമല്ല. ഭഗവാന്റെ ലക്ഷണത്തെ എങ്ങനെ അറിയാം? ന ചക്ഷുഷാ ഗൃഹ്യത്തെ നാപി വാച നാന്യേഹി.
ദേവൈഹി തപസാ കർമ്മണാവ. ഭഗവാൻ എങ്ങനെ അറിയാന്ന് വെച്ചാ ന ചക്ഷുഷാ ഗൃഹ്യത്തെ, കണ്ണുകൊണ്ട് ഭഗവാനെ കാണാനേ പറ്റില്ല. എങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് ഭഗവാനെ കണ്ടാൻ വേണ്ടില്ല എന്ന് വിചാരിക്കണു, പക്ഷെ ന തത്ര ചക്ഷുർ ഗച്ഛതി ന ചക്ഷുഷാ ഗൃഹ്യത്തെ, കണ്ണുകൊണ്ട് ഭഗവാനെ കാണാനേ പറ്റില്ല. അല്ലെങ്കിൽ കാണുന്നത് മുഴുവൻ ഈശ്വരൻ, ഐഡന്റിഫിക്കേഷൻ ഇല്ല. നമ്മളൊരു രൂപം ഭാവന ചെയ്തിരിക്കണു, ആ ഭാവന ചെയ്ത രൂപം നമ്മുടെ മുമ്പിൽ വന്നാൽ മാത്രമേ നമ്മൾ ഈശ്വരൻ എന്ന് വിശ്വസിക്കുള്ളൂ. വാസ്തവത്തില് ജടാധാരിയായിട്ട് ഒരു നാഗമത്തിനെയൊക്കെ ഇട്ട് രുദ്രാക്ഷം ധരിച്ച് പുലിത്തോൽ ഉടുത്ത് വരണ ഒരാളെ കണ്ടാൽ നമ്മൾ ഫസ്റ്റ് ചോദിക്കും ഏത് ട്രൂപ്പാന്ന് ചോദിക്കും, ഏത് ട്രൂപ്പിലെ ആളാണ്, ഏത് ഭജന ട്രൂപ്പാണെന്ന് ചോദിക്കും, അല്ലേ? അതുകൊണ്ട് ഭഗവാൻ വളരെ ഭയന്ന് ആ വേഷത്തിൽ വരണില്ല. ഒരിടത്ത് ഒരാൾ ഉപാസന ഭഗവാൻ ബിഭ്രദോർബി കുഠാരം മൃഗമഭയവരോ സുപ്രസന്ന മഹേഷ, ഭഗവാന്റെ രൂപത്തില് നല്ല ജടാധാരിയായിട്ടുള്ള ഭഗവാൻ ഒക്കെ രൂപം കണ്ടു, പുലിത്തോലാടയൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം ഉപാസിച്ച് ഭഗവാനെ എൻ്റെ മുമ്പിൽ വരണേ വരണേ എന്ന് ഉപാസിക്കണ ആള് ഒരു നാൾ ഇതുപോലെ ലെക്ചർ ആർക്കോ പറഞ്ഞു കൊടുക്കൊണ്ടിരിക്കണോ, ഏതോ ഒരു വലിയൊരു സപ്താഹത്തിൽ പറഞ്ഞു കൊടുക്കും. ആ ടൈമിൽ ഒരാള് ഭഗവാന്റെ വേഷം കെട്ടി മുഴുവൻ ഈ സപ്താഹത്തിൽ ഒരു ദിവസം മുഴുവൻ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ ആള് അക്ഷതം കൊടുക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ ഈ വേഷം കെട്ടിയ ആളും വന്ന് നിൽപ്പുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വേഷം കെട്ടിയ ആള് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അക്ഷതം പിടിച്ചു വാങ്ങിച്ച് തലയിൽ ഇട്ടിട്ട് പോയി. അപ്പോൾ ഈ പറയണ ആള് വിചാരിച്ചു, ഒരു ഭഗവാന്റെ വേഷം കെട്ടിയ ആൾക്ക് ഇത്ര അഹങ്കാരോ, ഞാൻ ഇത്ര വലിയ ആൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണു, എനിക്ക് അക്ഷതം തന്നിട്ട് പോണു. അന്ന് രാത്രി ഉറങ്ങിയപ്പോൾ ഭഗവാൻ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നീ ആഗ്രഹിച്ച പോലെ രൂപത്തിൽ ഞാൻ വന്നപ്പോ നീ എന്നെ വിശ്വസിച്ചില്ല അല്ലേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു അക്ഷതമിട്ട്, നീ എന്നെ വിശ്വസിച്ചേ ഇല്ല ഇല്ലേ. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ കാണുന്നത് ഒരു രൂപമായിരിക്കും, ആ രൂപം വന്നാൽ കൂടെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ വരികയില്ല ഭഗവാന്റെ അടുത്ത്. എണ്ണുതർക്ക് 8-7 പക്ഷെ എല്ലായിടത്തും ഭഗവാനുണ്ട്. 3D ഫിലിം പോലെയാണ്, പിടിക്കാൻ നോക്കിയാൽ ഇല്ല, പക്ഷെ പിടിക്കണമെങ്കിൽ ഭഗവാൻ വേണം. ഇപ്പൊ റോഡിലൂടെയൊക്കെ പോയാൽ ഏതോ ഒരു വണ്ടി നമ്മളെ ഇടിക്കാൻ വന്നു വെച്ചു, ഏതോ ഒരു വണ്ടി നമ്മളെ ഇടിക്കാൻ വന്നു, പെട്ടെന്ന് എന്തോ ഒരു മറിമായം സംഭവിച്ചു, ആ വണ്ടി തിരിഞ്ഞു പോയി, ഹാവൂ ഭഗവാൻ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അയ്യോ ഭഗവാൻ എന്നെ രക്ഷിച്ചു, ഭഗവാൻ വന്നു. നോക്കൂ, ഒരേ ഒരു വണ്ടി നിയന്ത്രണം വിട്ട് നമ്മളെ ഇടിക്കാൻ വന്നപ്പോൾ ഭഗവാൻ വന്നു എന്ന് പറയണു. ആ റോഡിൽ ഇറങ്ങിയ തൊട്ട് ഒരിടത്ത് എത്തണ വരയ്ക്കും ധാരാളം വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി ഒന്നും ഇടിക്കാതെ പോയി, നമ്മളെ പേടിപ്പിച്ച കൂടെ ഇല്ല. അത് ഭഗവാന്റെ കരുണയായിട്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എണ്ണുതർക്ക് 8-7 മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഭഗവാനെ കിട്ടല്ല. ഭഗവാൻ സദാ ഇരിക്കണു അല്ലെ, കാറ്റായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കണു, ഒരാളായിട്ടിരിക്കണു, സഹായമായിട്ടിരിക്കണു ഭഗവാൻ. എല്ലാത്തിലും നമ്മൾ ഭഗവാനെ കണ്ട നമുക്ക് സഫർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തുകൊണ്ട് ദുഃഖം വരണമെന്ന് വെച്ചാൽ ഭഗവാനെ നമ്മൾ ഏതോ ഒരു പൊരുൾ ആരോപണം ചെയ്തു മാത്രം വെച്ചിരിക്കണു, ബാക്കിയെല്ലാം അല്പന്മാർ ഇതെനിക്ക് പറ്റിയതല്ല എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കണു അല്ലേ. നമ്മുടെ സംസ്കാരം എല്ലാത്തിനെയും പല ആചാരങ്ങളിലെ മാംസം കൊടുത്ത് പോലും ഭഗവാനെ പൂജിക്കുന്നു നമ്മൾ ആചാരം. അങ്ങനെ ഒരു നയനാർ തന്നെ ഉണ്ട്. 63 നായന്മാരിൽ കണ്ണപ്പ നയനാർ. ആ കണ്ണപ്പ നയനാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു ശിവലിംഗം ഒരു കാട്ടിനകത്ത്, ഈ കാട്ടിനകത്ത് ശിവലിംഗത്തിൽ ഒരു ബ്രാഹ്മണൻ നിത്യം വന്ന് സാത്വികമായിട്ട് അഭിഷേകമൊക്കെ ചെയ്ത് കുറിയെല്ലാം ഇട്ട് നല്ല പൂവൊക്കെ വെച്ച് നല്ല പാൽപ്പായസമൊക്കെ നിവേദിച്ച് ഭഗവാനെ ഒരുക്കിയൊക്കെ വെച്ച് പൂജയെല്ലാം കഴിച്ചിട്ട് പോകും. ഈ കണ്ണപ്പ നയനാർ എന്ന് പറഞ്ഞ ഈ വേടൻ വേട്ടക്കാരനാണ്. ഈ വേട്ടക്കാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കാട്ടിൽ പോയി പക്ഷി മൃഗാദികളെയൊക്കെ വേട്ടയാടും, മാംസമെല്ലാം കൊണ്ടുവരും. ഭഗവാൻ അഭിഷേകം ചെയ്യാൻ വെള്ളത്തിനെ വായ്ക്കകത്ത് വെച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ വായ്ക്കകത്തിരിക്കുന്ന വെള്ളത്തിനെ ഭഗവാന്റെ ശിവലിംഗത്തിലോട്ട് കൊപ്പിളിച്ചു വിടും. കാലുകൊണ്ട് ഭഗവാന്റെ ലിംഗം മുഴുവൻ കാലുകൊണ്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കാട്ടുപൂവെല്ലാം കൊണ്ടിട്ട് ഈ പിടിച്ചു കൊണ്ടുവന്ന മാംസമെല്ലാം ഭഗവാന് നേദിച്ചിട്ട്
ഇരിക്കും. അടുത്ത ദിവസം ഈ ശാന്തി വരുമ്പോൾ വളരെ വിഷമിക്കും. കാരണം ഞാൻ ഇന്നലെ നല്ലപോലെ ശുദ്ധമാക്കി രുദ്രമൊക്കെ ജപിച്ചിട്ടിട്ട് പോയ ഭഗവാനെ ആരോ വന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. വലിയ വിഷമമായാക്ക്. പക്ഷെ ഈ കണ്ണപ്പന് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. എന്താന്ന് വെച്ചാ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാ നമ്പൂരിയാര് വന്ന് രാവിലെ ഒരു പൂജ കഴിപ്പിച്ചു, അഭിഷേകം ചെയ്ത് ഒരു 2 മണിക്കൂറിനകത്ത് വീട്ടിൽ പോണു. ഈ 2 മണിക്കൂർ ടൈമില് ഈ കണ്ണപ്പൻ നയനാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെളിയിലൊക്കെ പോയി വേട്ടയാടി ഭഗവാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ 2 മണിക്കൂറിൽ ഇദ്ദേഹം ഉള്ളത് കൊണ്ട് ഭഗവാൻ ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി 22 മണിക്കൂറും ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് അമ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാൻ ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ. കാരണം 24 മണിക്കൂറും ഈശ്വര ചിന്തയോടുകൂടി ഇരുന്നാ മതി. എന്തുപാധി ആയിക്കോട്ടെ, കൗളാചാരം, സമയാചാരം, സാത്വിക പൂജ, രാജസ പൂജ, താമസ പൂജ, എന്ത് പൂജയായാലും ഭഗവാൻ എന്നുള്ളൊരു വസ്തുവിനെ മാറാതെ പിടിക്കുക അല്ലേ. സംവിധാനം മാറുന്നുണ്ട്, സമ്പ്രദായം മാറുന്നുണ്ട്. ഭാരതത്തിൽ പലയിടത്ത് പോയാലും പൂജാ സമ്പ്രദായം പലതാണ്. എന്തൊക്കെ സമ്പ്രദായം മാറിയാൽ കൂടിയും പൂജിക്കണ ദേവന് ഒരു മാറ്റവുമില്ല, ആ ചൈതന്യത്തിന് ഒരു മാറ്റവുമില്ല. നമ്മൾ എല്ലാത്തിലും ആ ചൈതന്യത്തിനെ കാണുക, അതാണ് മനസ്സുകൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. അതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. ആ ഉപാസനയ്ക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈശ്വരനെ എല്ലാവരിലും കാണുക. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഒരു വലിയൊരു വേദിയിൽ ഒരു സത്സംഗം നടക്കണു. അതിൽ ഒരാൾക്ക് ഡൗട്ട്, വലിയൊരു ദേശക്കാരന് വന്ന് ഡൗട്ട് എന്താന്ന് വെച്ചാൽ വന്ന് സ്വാമിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈശ്വരനെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈശ്വരനെ എനിക്ക് കാണാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരാള്. അപ്പൊ ഇദ്ദേഹം ആരാ അതെന്ന് ചോദിച്ചു. പറഞ്ഞു അത് നീ തന്നെ കണ്ടുപിടിച്ചോളൂ എന്ന്. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റണതാണ്, നീ തന്നെ കണ്ടുപിടിക്കൂ. അപ്പൊ ഇദ്ദേഹം കൂട്ടത്തിലുള്ള എല്ലാവരും പോയി നോക്കി. ഇദ്ദേഹത്തിന് വലിയ ദേഷ്യമാണ് എല്ലാവരുടെ അടുത്തും. പക്ഷെ നോക്കുമ്പോൾ ദേഷ്യപ്പെടാൻ വയ്യ. എന്താന്ന് വെച്ചാൽ ഇതാണോ ഈശ്വരൻ എന്നൊരു ഡൗട്ട്. അടുത്ത ആളെ കാണുമ്പോൾ ഇതാണോ ഈശ്വരൻ? ഒരാൾ നല്ല യോഗനിദ്രയിലിരിക്കണു, ഇതാണോ ഈശ്വരൻ? ഒരാൾ ഇരുന്ന് ഉറങ്ങി തൂങ്ങണു, അയാളാണോ ഈശ്വരൻ? ഇദ്ദേഹം മുഴുവൻ കൺഫ്യൂസ്ഡ് ആയി. ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്വാമിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വാമി കാണുന്നവരെല്ലാം എനിക്ക് ഈശ്വരനായിട്ട് തോന്നുന്നു സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, ആ ഒരാൾ നീയാണ്. കാരണം നീ പലതിലും ഈശ്വരനെ തേടി, നീ പലതിലെയും ഈശ്വരനായിട്ട് കണ്ടപ്പോ നിന്റെ ചിത്തം ശുദ്ധിയായി. നിനക്ക് ആരെയും ഹാം ചെയ്യാൻ പറ്റിയില്ല, ആരെയും നിനക്ക് വേദനിപ്പിക്കാൻ പറ്റിയില്ല അല്ലേ. വലിയ ദേഷ്യമുള്ള ആള്, അവനെ എനിക്ക് ദ്രോഹിക്കണം, ഇവനെ എനിക്ക് ദ്രോഹിക്കണം, അവൻ എന്നെ ശല്യം ചെയ്യുമെന്ന് തോന്നി. ഇപ്പൊ എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കണ്ടപ്പോ ആരും എനിക്ക് ശല്യമേ അല്ലാതായി. അപ്പൊ ഗുരു ഉപദേശിച്ചു തത്വമസി. എപ്പം ചിത്തം നല്ല ശുദ്ധിയാവണോ അപ്പോ ഗുരു ഉപദേശിക്കും തത് ത്വം അസി. നീ ആരെ തേടണോ അത് നിന്നെ തന്നെയാണ്. എണ്ണുതർക്ക് 8-7 അല്ലെ, എന്നെ തേടാൻ എനിക്ക് മനസ്സിന്റെ ആവശ്യമുണ്ടോ? അല്ലെ, എന്നെ ഓർക്കാൻ പറ്റുമോ? എന്നെ മറക്കാൻ പറ്റുമോ? കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി, അയ്യോ ഞാൻ എന്നെ എടുത്തില്ല വീട്ടിൽ നിന്ന് പറയോ? കവർ എടുത്തില്ല, കാശ് എടുത്തില്ല എന്ന് പറയും. എന്നെ എടുത്തില്ല എന്ന് ആരും പറയില്ല. കാരണം എന്നെ മറക്കാനോ ഓർക്കാനോ പറ്റില്ല ആർക്കും അല്ലേ. എനിക്ക് എന്നെ ഓർക്കാനോ എന്നെ മറക്കാനോ പറ്റില്ല. ന ഗൃഹ്യതേ ന ത്യജ്യതേ. എന്നെ എനിക്ക് ത്യജിക്കാനും പറ്റില്ല. ഇന്ന് വരെയുള്ള ഞാൻ മാറി, ഇനി നാളെ തൊട്ട് ഞാൻ മോഹൻലാലായിട്ട് നിൽക്കാം പറ്റേയില്ല. എന്ന് തൊട്ട് ഞാൻ ഉണ്ടോ അതേ അനുഭവം തന്നെയാണ്. ഞാൻ എന്തൊക്കെ വേഷം കെട്ടിയാലും ഞാൻ അത് തന്നെ. ഞാൻ ഇനി മഹാവിഷ്ണുവിന്റെ വേഷം കെട്ടിയാലും എൻ്റെ ഉള്ളിൽ അപൂർണത അങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ അതിനെ മാറ്റാൻ കഴിയില്ല നമുക്ക്. ന ചക്ഷുഷാഗ്രഹ്യതേ നാപി വാച നാന്യേ ദേവൈഹി തപസ. തപസ്സിലൂടെയും ഭഗവാനെ കിട്ടില്ല. തപസ്സിലൂടെ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ചിത്തം ശുദ്ധിയാവും. ചിത്തം ശുദ്ധിയാവുമ്പോൾ ഭഗവാൻ ഫ്രണ്ടിൽ മാനിഫെസ്റ്റ് ആവും, ഗുരു രൂപത്തിൽ മാനിഫെസ്റ്റ് ആവും. നിന്റെ ഉള്ളിലെ ഈശ്വരനെ തൊട്ടുണർത്തും. എപ്പോ നമ്മൾ പാകപ്പെടണോ അപ്പോൾ നമ്മുടെ മുന്നിൽ ഗുരു അവതരിക്കും. ഏത് രൂപത്തിൽ വേണോ അവതരിക്കും.
അപ്പൊ എങ്ങനെയാ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രസാദേന വിശുദ്ധ സത്വഹ, നല്ല വിശുദ്ധമായ സത്വികമായിട്ടുള്ള രീതിയിൽ ശുദ്ധമായ മനസ്സിന് ജ്ഞാനപ്രസാദേന തതസ്തുതം പശ്യത്തെ നിഷ്കലം ധ്യായമാന, ഒരിടത്തും ചലിക്കാതെ നിന്ന നിഷ്കലം, മനസ്സ് ചലിക്കാതെ ഒരിടത്ത് നിന്നാൽ ശാന്തി വരുന്നു. ആ ശാന്തി തന്നെയാണ് ജ്ഞാനപ്രസാദം. അത് വന്നു കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് കിട്ടും. അതുകൊണ്ട് മനസ്സ് ഈശ്വരനിൽ പോയി എപ്പോൾ ലയിക്കണോ ഈശ്വരനും മനസ്സും വേറെ അല്ലാതാവണോ, അപ്പൊ മനസ്സില്ലാതാവണോ എണ്ണുതർക്ക് 8-7 ആർ കഴൽ ഇറഞ്ചി. അതുകൊണ്ട് അങ്ങനെ മനസ്സിനെ പിടിച്ച് വിഴുങ്ങണ ഈശ്വരന് ഒരു നമസ്കാരം. ആ ഈശ്വരൻ എവിടെയുണ്ട്? വിണ്ണിറൈന്ത് മണ്ണിറൈന്ത് മിക്കായി വിളങ്ക് ഒളിയായി. ഈശ്വരൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യോതിസ്വരൂപമായിട്ട് വിണ്ണിറഞ്ച് ഈ ആകാശം മുഴുവൻ വ്യാപിച്ചു കിടക്കണു. മണ്ണിറൈന്തി മണ്ണിൽ മുഴുവൻ വ്യാപിച്ചിരിക്കണം അല്ലേ. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേന്തരീക്ഷേ. രുദ്രൻ എവിടെയൊക്കെ ഇരിക്കണു? പൃഥ്വിയിലിരിക്കണു, അന്തരീക്ഷത്തിലിരിക്കണു അല്ലെ. സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ മന്ത്രമുണ്ട്. ഓരോ ദിശയിൽ നോക്കിയിട്ട് ഭൂമിയെ നമഃ, അന്തരീക്ഷായേ നമഃ, ആകാശായേ നമഃ, വിഷ്ണവേ നമഃ. എല്ലാത്തിലും ഈശ്വരനെ കാണാൻ ഒരു ട്രെയിനിങ് ആണ് സന്ധ്യാവന്ദനം. നമ്മൾ നോക്കണ പൊരുളിലെല്ലാത്തിനെയും ഈശ്വരനെ കാണുക. കിഴക്ക് നോക്കിയിട്ട് അല്ലേ, നർമ്മദേ നമഃ, പ്രാതർ നർമ്മദേ നമോ നിശി, നമോസ്തു നർമ്മദേ തുഭ്യം ത്രാഹി മാം വിഷസർപ്പതം. എൻ്റെ യാത്രാ മധ്യത്തില് സർപ്പന്റെ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ലേ, എന്ന് വെച്ചാൽ ഒന്നിനും ഒരു വിഘ്നം ഉണ്ടാവില്ലേ. തൊട്ടടുത്ത വീട്ടിൽ സുഹൃത്തായിരിക്കും, അവനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ, തെക്ക് ദിശയിലായിരിക്കും അവന്റെ വീട്, അവനെ നോക്കിയിട്ട് ഇപ്പോൾ മൃത്യവേ നമഃ അല്ലേ. ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രു എന്ന് പറഞ്ഞ് അതിനും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് മൃത്യവേ നമഃ. നീ മനസ്സിലാക്കിക്കോ, നാളെ നിന്റെ മൃത്യു ഇവന്റെ കൈ കൊണ്ടായിരിക്കും, അതുകൊണ്ട് നീ ശുദ്ധമായിട്ടിരുന്നോളൂ. യമായ നമഃ, യമായ ധർമ്മരാജായ മൃത്യവേ ച അന്ധകായ ച അല്ലേ. അവൻ നമ്മൾ തൊഴണ കാണുമ്പോൾ വിചാരിക്കും എന്തോ എൻ്റെ അടുത്ത് ഭക്തി കൊണ്ട് തൊഴണമെന്ന് വിചാരിക്കും അല്ലേ. നമ്മുടെ ഉള്ളിലെ സങ്കല്പം എന്താ? ഇവൻ നാളത്തെ മൃത്യുവാണ് അല്ലേ, അതിലൊന്നും പോയി പെടരുത് എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. വിണ്ണിറൈന്ത് മണ്ണിറൈന്ത് അല്ലേ. ഒരു ബലൂണിനകത്ത് വായു നിറച്ചിരുന്ന ആ ബലൂണിന്റെ ഉപാധി കൊണ്ട് വായു അതിനകത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. പക്ഷേ ഈ ബലൂൺ പൊട്ടിയ ഈ വായു തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അഗ്നിയെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അഗ്നിയെ ഒരു വിറകില് പട്ട അഗ്നിക്ക് ഒരു ഷേപ്പ്, വിറകിന്റെ ഷേപ്പ് വരും, അഗ്നിയെ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് ആ വിറകിന്റെ ഷേപ്പാണ് അഗ്നിക്ക് നമ്മൾ കരുതാൻ പാടില്ല. അതുകൊണ്ട് നാമം രൂപം ഒന്നുമില്ല. യഥാ നദ്യാം സ്യന്തമാനാഃ സമുദ്രം അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, പല പേരില് നദികളുണ്ട്. ഈ നദികളൊക്കെ പല പേരില് പലയിടത്തും പുണ്യതീർത്ഥമായിട്ട് നിന്ന നദി എപ്പോ സമുദ്രത്തിൽ പോയി ചേരണോ ആ ഗംഗ എന്നുള്ള പേര് പോയി, യമുന എന്നുള്ള പേര് പോയി, ബ്രഹ്മപുത്ര എന്നുള്ള പേര് പോയി, ഒരേ പേരായി മാറി. എന്താ? സമുദ്രം അല്ലേ. എത്ര വലിയ ഒഴുക്ക് വന്നാലും സമുദ്രത്തിന് ഒരു ചലനവും വരണില്ല. സമുദ്രത്തിന്റെ നിരപ്പ് അങ്ങനെ നിൽക്കണം, എത്ര വലിയ വെള്ളം കയറിയാൽ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണ പൊരുൾ. മിക്കായി വിളങ്ക് ഒളിയായി, മുഴുവൻ പ്രകാശസ്വരൂപമായിട്ട്. പാർത്ത ഇടമെല്ലാം പരവെളിയായി തോன்ற ഓർ വാർത്ത ചൊല്ല വந்த മനുവേ പരാപരമേ. കണ്ട് ഇടം എല്ലാം ഒരേ വെളിച്ചം. ലൈറ്റ് ഇട്ടാൽ എല്ലായിടത്തും വെളിച്ചം പരക്കണത് പോലെ ഉള്ളിൽ ആത്മാവാകുന്ന ജ്യോതി തെളിഞ്ഞ എല്ലാത്തിലും വെളിച്ചം കാണും. ആത്മാവിന്റെ ജ്യോതി തെളിയാതെ ഇരിക്കുന്നത് കൊണ്ട് എന്ത് തോന്നണമെന്ന് വെച്ചാൽ
എല്ലാത്തിനും അന്ധകാരം. അന്ധകാരം എന്ന് പറഞ്ഞാൽ ഭയം. എല്ലാത്തിലും നമുക്ക് ഭയം വരും. വെളിയിൽ നടന്നു പോകുമ്പോൾ വെളിച്ചം ഇല്ലെങ്കിൽ ഒരു കയറ് കണ്ടാൽ പാമ്പെന്ന് കരുതി പേടിക്കും അല്ലേ? അയ്യോ ഇതെന്നെ കടിക്കോ, ഇത് കടിച്ചാൽ എന്നെ ആരെങ്കിലും കൊണ്ടുപോവോ, പല തോട്ട്സ് വരും. എപ്പോൾ ടോർച്ച് അടിച്ച് നോക്കി അത് കയറാണ്, പാമ്പല്ല എന്ന് അറിഞ്ഞതോടെ ഭയം പോയി. പക്ഷേ ആ കയറിന് പാമ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ ആരോപിക്കണം. ഇതുപോലെയാണ് ഈ പ്രകൃതി. പ്രകൃതി നമ്മളെ ഭയപ്പെടുത്തുന്നു അല്ലേ? എന്താ? നമ്മൾ ആരോപിക്കുന്നു പ്രകൃതി നമുക്ക് ദോഷം ചെയ്യാൻ നിൽക്കുന്നതാണെന്ന്. പ്രകൃതിയെ നമ്മൾ ആരാധിച്ചാൽ അല്ലേ, പ്രകൃതി പൂജയാണ്. ദേവി പൂജയൊക്കെ പ്രകൃതി പൂജയാണ്. നമ്മൾ വൃക്ഷത്തിനെ പൂജിക്കണു അല്ലെ, പശുക്കളെ പൂജിക്കണു, മൃഗങ്ങളെ പൂജിക്കണു അല്ലെ. ശ്വാനഭോജനം ശാസ്ത്രത്തിലുള്ളതാണ്. കാകഭോജനം, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണു, മീനിന് മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കണു. ഇതൊരു സംസ്കാരമാണ്. പ്രകൃതിയെ നമ്മൾ ആരാധിച്ച് പ്രകൃതിയിൽ നിന്ന് രക്ഷ നേടുക. ടു ട്രാൻസെൻഡ് ദി ടെറിബിൾ ഈസ് ടു വർഷിപ്പ് ദി ടെറിബിൾ. എപ്പോഴും നാരായണനെ മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട ആടിപ്പോകും. അപ്പൊ ഭദ്രകാളിയെ ഫേസ് ചെയ്യാനുള്ള കഴിവ് എങ്ങനെ കിട്ടും? ഭദ്രകാളി ആരാധിക്കുക. ടെറിബിലിറ്റി ആരാധിക്കും തോറും ആ ടെറിബിലിറ്റി കുറച്ച് വരും അല്ലേ. ഫ്രണ്ടില് കത്തി എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ കത്തി എടുത്ത് നിന്നാൽ യുദ്ധം അവിടെ രൂക്ഷമാവും. അതുകൊണ്ട് നമ്മൾ ഓടാൻ പോയാലും ഇല്ലേ, ആരെങ്കിലും നമ്മൾ അടിക്കാൻ വന്നാൽ പേടിച്ചു പോയാൽ അവൻ പിന്നെ 10 അടി നമുക്ക് അടിക്കും. ഒരടി പോലും അടിക്കാൻ ധൈര്യമില്ലെങ്കിൽ കൂടെയും നെഞ്ചു വിരിച്ച് നിന്ന് നോക്കൂ, അയാളൊന്ന് ഭയപ്പെടും അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ അടിക്കാൻ വരണവടുത്ത് നമ്മൾ നെഞ്ചു വിരിച്ചൊന്നും നിൽക്കേണ്ട, ഒരു നമസ്കാരം കൊടുക്കും. നമസ്തേ രുദ്രമന്യവ ഉതോ തൈശവേ നമഃ. ഭഗവാനെ അങ്ങയുടെ ദേഷ്യത്തിനൊരു നമസ്കാരം. ഇതാണ് രുദ്രം, ശ്രീരുദ്രത്തിന്റെ ആദ്യം. മന്യവ ഉതോ തൈശവേ നമഃ. നമസ്തേ. ഭഗവാനെ അങ്ങയുടെ ദേഷ്യമുണ്ടല്ലോ, അതിനൊരു നമസ്കാരം. അങ്ങ് ദേഷ്യവും ഉണ്ട്, അങ്ങയുടെ കയ്യിൽ അസ്ത്രവും ധനുസ്സും ഇരിക്കൊണ്ട്, ആ ധനുസ്സിനും അസ്ത്രത്തിനും ഒരു നമസ്കാരം. ഇതെന്റെ നേരെ പ്രയോഗിക്കാതിരിക്കും ഭഗവാനെ, അതിനും ഒരു നമസ്കാരം. ഭഗവാന് തന്നെ ചിരി വന്നു. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ സ്വരൂപത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. യാതേ രുദ്ര ശിവ തനൂർ അഘോരാപാപകാശിനി. അഘോരം, ഭഗവാന്റെ സ്വരൂപം എന്താ? അഘോരം എന്ന് വെച്ചാൽ ഘോരമല്ലാത്തത്. ഘോരം എന്ന് പറഞ്ഞാൽ ടെറിബിൾ. ഘോരം, അഘോരം എന്ന് പറഞ്ഞാൽ ശാന്തം എന്നർത്ഥം. ഭഗവാന്റെ ശരീരം ശാന്തമാണ്, ഘോരമല്ലാത്ത ശരീരം. ആ ശരീരം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണു, ഒരു വെളിച്ചമായിട്ട് നിൽക്കണു. എല്ലാത്തിനെയും കാണാനും ഉള്ള വെളിച്ചം ആ ഭഗവാന്റെ വെളിച്ചമാണ്. തുടർന്ന് കാണാം.